ഒരു മനുഷ്യൻ എവിടെയെങ്കിലും എത്തണമെന്നൊരു ലക്ഷ്യമുണ്ട് എങ്കിൽ, ഉദാഹരണത്തിന് എനിക്കൊരു മതപ്രഭാഷകനാകണം, എനിക്കൊരു വായിലാകണം, എനിക്കൊരു മുദരിസാകണം, എനിക്കൊരു ഖത്തീബാകണമെന്നൊരു മുത്തല്ലിം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു നല്ലൊരു ബിസിനസ്സുകാരൻ, അള്ളാഹുവിൻ്റെ ദീനനുസരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു ബിസിനസ്സുകാരനാകണമെന്ന് ഒരു ചെറുപ്പക്കാരൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും അത്തരത്തിലുള്ളതാകുന്ന ഒരു സാലിഹായ ഒരു മനുഷ്യനാകണമെന്ന് ആഗ്രഹിക്കുന്നതാകുന്ന ഏതെങ്കിലും ഒരു സഹോദരനുണ്ടെങ്കിൽ, റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയെ പോലെ, ഈജിപ്തിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ പോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മക്കളെ പോലെ, അവിടുത്തതാകുന്ന ഭാര്യമാരെ പോലെ സാലിഹത്തുകൾ എനിക്ക് ചേരണമെന്ന് ഒരു പെണ്ണ് പൈവളികൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, രാത്രിയിലെ 2 റക്അത്ത് സുന്നത്ത് നിർബന്ധമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. തഹജ്ജുദ് നിസ്കരിക്കണം. എല്ലാ ദിവസവും 2 റക്അത്ത് തഹജ്ജുദ്, ഉറക്കിൽ അല്പം എഴുന്നേറ്റുകൊണ്ട് 2 റക്അത്ത് അർദ്ധരാത്രിക്ക് ശേഷമുള്ള സമയത്ത് നിസ്കരിക്കാൻ നീ തയ്യാറായാൽ മാഷാ അല്ലാഹ്, നീ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് അല്ലാഹു എത്തിക്കും. ശേഷം ദുആവും വേണം. 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് നമ്മൾ ദുആ ചെയ്താൽ എവിടെ എത്തണോ, ഏത് പോസ്റ്റാണ് നീ ആഗ്രഹിക്കുന്നത് അവിടെ എത്തും. ഖുർആനാണ്, അസാ അൻ യബഅസക റബ്ബുക മഖാമൻ മഹ്മൂദ, സ്തുതിക്കപ്പെടുന്ന ഒരു സ്ഥാനത്തിന് നീ അർഹനാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. ഈ ആയത്ത് ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല മുഫസ്സിർ, വേറൊരു വിഷയമാണത്, അപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അതിൻ്റെ ആഴത്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഞാനൊന്ന് ഉണർത്തിയൊന്ന് മാത്രം മോമിനിയങ്ങൾക്ക്. കാരണം ഇതിൻ്റെ സമാപന ദിവസത്തിൽ ജീവിതത്തിൽ എന്തെങ്കിലും അനുവർത്തിക്കാൻ അമൽ ആഗ്രഹിച്ചു വരുന്ന വിശ്വാസിനികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്. നേരത്തെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം മഹത്വം പറഞ്ഞതും അതിന് തന്നെയാണ്. സാലിഹീങ്ങളാകുന്ന മക്കൾക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടിയൊക്കെ മനസ്സാഗ്രഹിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ദിക്ർ നിങ്ങൾ ചെല്ലണേ എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിവസവും 100 പ്രാവശ്യം മുടങ്ങാതെ ചെയ്തിരുന്ന ദിക്റായിരുന്നു അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അള്ളാഹു മുറുകെ പിടിക്കാൻ തൗഫീഖ് തരട്ടെ. രണ്ടാമതായി പറയാണ്, തഹജ്ജുദ് മുടക്കരുത്. നമ്മൾ സാലിഹീങ്ങളായി തീരും. എനിക്ക് സാലിഹാകണമെന്നുള്ള നീയത്തിൽ, സാലിഹീങ്ങളിൽ ചേരണമെന്നുള്ള നീയത്തിൽ മുടങ്ങാതെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതാണ് 2 റക്അത്ത് തഹജ്ജുദ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. സുബഹിക്ക് 1/2 മണിക്കൂർ മുമ്പ് എഴുന്നേൽക്കുക, വുദൂ എടുക്കുക, 2 റക്അത്ത് നിസ്കാരം. വളരെ പ്രയാസമാണ്. തഹജ്ജുദ് മുടങ്ങാതെ കൊണ്ടുവരെ വളരെ പ്രയാസം. കാരണം ഏറ്റവും കൂടുതൽ പിശാച് നമുക്ക് ഉറക്കവും ക്ഷീണവും തരുന്ന സമയം അതാണ്. അതുകൊണ്ടാണ് സുബഹി നിസ്കരിക്കാൻ വളരെ പ്രയാസമാണ്. ഒരാൾ കൃത്യമായി സുബഹി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, അയാൾക്ക് അള്ളാഹുവിന്റെ പൊരുത്തമുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരാൾ സുബഹി നമസ്കരിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നുണ്ടോ, മനസ്സിലാക്കിക്കോ, അള്ളാഹുവിന്റെ പൊരുത്തമില്ലാത്ത അടിമയിൽ നീ ഉൾപ്പെട്ടു എന്നുള്ളതാണ്. റബ്ബിന് പൊരുത്തക്കേടുള്ള എന്തോ നിന്റെ ജീവിതത്തിൽ തെറ്റുണ്ട്. അതുകൊണ്ടാണ് സുബഹിക്ക് നിനക്ക് തൗഫീഖ് കിട്ടാത്തത്. പുരുഷന്മാരും സ്ത്രീകളും കേട്ടോ, നല്ലതുപോലെ ശ്രദ്ധിച്ചോ. സുബഹി നിസ്കരിക്കാൻ മടിയും അലസതയുണ്ടോ, റബ്ബ് നിന്നെ പൊരുത്തപ്പെടാത്ത എന്തോ നിന്റെ ജീവിതത്തിൽ തെറ്റുണ്ട്. അതാണ് നിനക്ക് അതിന് സൗഭാഗ്യം കിട്ടാത്തത്. അത് ഖളായി പോകാൻ പാടില്ല. സുബഹി അവ്വൽ വഖത്ത് വരണം. സുബഹിക്ക് ബാങ്ക് വിളിച്ചാൽ ഉടനെ 2 റക്അത്ത് സുന്നത്തുണ്ട്. അത് റവാത്തിബ് സുന്നത്തുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ, ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്താണ് ഏത്? സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത്. അള്ളാഹു മുടങ്ങാതെ പിടിക്കാൻ തൗഫീഖ് തരട്ടെ. മൻ സല്ല സുന്നത്തൈ സുബ്ഹി ബി അലം അലം ലം യജിദുഹു ഫീ ദാലികൽ ലൗമി അലമുൻ ശഫീഉന റസൂലുള്ളാഹി. അലം അലം എന്നുള്ള 2 സൂറത്ത് കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട സുബഹിയുടെ സുന്നത്ത് നിസ്കാരം ആരെങ്കിലും നിർവഹിച്ചാൽ അന്നത്തെ ദിവസം ഒരു വിഷമമോ ടെൻഷനോ പ്രയാസമോ വേദനാജനകമാകുന്ന ഒന്നോ അവൻ ഉണ്ടാവുകയില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ ഹദീസാണ്, സ്വഹാബത്ത് പിടിച്ചു വെച്ച അമലാണ്. എല്ലാ സ്വഹാബത്തും മുടങ്ങാതെ ചെയ്തു വന്നതാകുന്ന നിസ്കാരമാണ്. എല്ലാ അയിമത്തുകളും എല്ലാ സൂഫികളും അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നതാണ്. സുബഹി നിസ്കാരം 2 റക്അത്ത് മാത്രമല്ല, എന്തുകൂടി വേണം? സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത്. ബാങ്ക് വിളിച്ച ഉടനെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. അതിൽ ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ ഉടനെ അലം നശ്റഹ് ലക സദ്റക എന്ന സൂറത്ത് പൂർണ്ണമായി ഓതുക. അതിനോടൊപ്പം തന്നെ ആദ്യ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതിയാൽ ഏറ്റവും ബെറ്ററാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ആദ്യത്തെ റക്അത്തിൽ ഏതൊക്കെ സൂറത്ത്? അലം നശ്റഹ് ലക സദ്റക എന്നുള്ള സൂറത്തും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്നുള്ള സൂറത്തുൽ ഫീലും ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ്. ഇത് 2 മോദി നിസ്കരിക്കണം. സുബഹിയുടെ സുന്നത്ത് അങ്ങനെയാണ് നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിച്ചിട്ട് നിങ്ങളൊന്ന് ദുആയിരന്ന് നോക്കിക്കേ. ഞാൻ ഈ പറഞ്ഞൊരു വിഷയം ഒരു 40 ദിവസം ചെയ്യും ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഉറപ്പായിട്ട് ഖൈറ് തരും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരു 40 ദിവസം മുടങ്ങാ ചെയ്യാൻ പറഞ്ഞ എന്താ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് ദായിമാവും. അതുകൊണ്ടാണല്ലോ ജമാഅത്ത് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
40 ദിവസം മുടങ്ങാതെ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ജുമുഅ ജമാഅത്തുകളെ കൃത്യമായി ഒരു മനുഷ്യൻ ശ്രദ്ധിച്ചാൽ, ഒന്നാമത്തെ തക്ബീർ ഇമാം കൈകെട്ടുമ്പോൾ തന്നെ എത്തിക്കുന്ന വിധത്തിൽ അവൻ കൃത്യമായി 40 ദിവസം ജുമുഅ ജമാഅത്ത് ശ്രദ്ധിച്ചാൽ, കുതിബ ലഹു ബറാഅത്താൻ, 2 കാര്യങ്ങൾ അവനിൽ നിന്ന് ഒഴിവാകും. 2 കാര്യങ്ങൾ അടയാളപ്പെടുത്തും. ഒന്ന്, ബറാഅത്തും മിനൻ നിഫാഖി, മുനാഫിഖ് എന്നുള്ള പദത്തിൽ അവൻ ഒഴിവാകും, കാപട്യത്തിൽ അവൻ ഒഴിവാകും. 2, വബറാഅത്തും മിനൻ നാരി, നരകത്തെ തൊട്ടവനും ഒരു മോചനപത്രം കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്ത് മതി? 40 ദിവസം ജുമുഅ ജമാഅത്ത് ഇമാമിനോടൊപ്പം അവ്വൽ തക്ബീർ, ആദ്യത്തെ തക്ബീറത്തുൽ ഇഹ്റാമും കൂടി ഇമാമ് കെട്ടുമ്പോൾ നീ അവിടെ ഹാജറാവും. ഇതൊക്കെ പറ്റുമോ? അതൊക്കെ ശ്രദ്ധിച്ചാൽ പറ്റും. നിനക്ക് എല്ലാ ജമാഅത്തും 40 ദിവസം നീ പള്ളി വന്നാൽ എല്ലാ ദിവസവും സ്കരിക്കാൻ വന്ന ഒരു 500 രൂപ വെച്ച് തരുമെന്ന് ഉസ്താദ് നിങ്ങളോട് പറഞ്ഞാൽ, ഖതീബ് ഉസ്താദ് പറഞ്ഞാൽ നിങ്ങൾ മുടങ്ങും. ഏതെങ്കിലും വക്കത്ത്, ഒറ്റ വക്കത്ത് മുടങ്ങൂലെന്ന് മാത്രമല്ല, വേണേൽ ബാങ്ക് വിളിക്കാനും കൂടി നിങ്ങൾ നിൽക്കും. ഉസ്താദ് വേണം, ബാങ്ക് നമ്മൾ ഏറ്റുള്ളത്, എന്തായാലും പൈസ തരുന്നേല്ലേ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അപ്പോൾ ഒരു 500 രൂപയ്ക്കുള്ളതാകുന്ന വില പോലും നിങ്ങൾ എന്തിനു കൊടുക്കുന്നില്ല? ജുമുഅയ്ക്കും ജമാഅത്തിനും കൊടുക്കുന്നില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മനസ്സിലാക്കണം. അതുകൊണ്ട് 40 ദിവസം ജുമുഅ ജമാഅത്തുകൾ ശ്രദ്ധിക്കുക. എന്തിനാ ഇത് പറഞ്ഞത്? 40 ദിവസം ഈ പറഞ്ഞതുപോലെ ദിക്റുകളും ഔറാദുകളും ശ്രദ്ധിക്കുക. എന്തിനാ ഇത് പറഞ്ഞത്? 40 ദിവസം സുബഹിയുടേതാകുന്ന സുന്നത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തിനാണ് ഇത് പറഞ്ഞത്? ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് അത് ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിൽ അങ്ങനെ വരും, ശീലമാകും, ഉറപ്പാണ്. അപ്പോൾ സുബഹി നിസ്കാരം വളരെ അഭികാമ്യമാണ്, അത് മുടങ്ങാൻ പാടില്ല. ഫഹുവ ഫീ ദിമ്മത്തില്ലാ, അള്ളാഹുവിന്റെ ഉത്തരവാദിത്തത്തിൽ അവൻ ഉണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. റബ്ബ് നമ്മളെ ഏറ്റെടുക്കും. നമ്മുടെ മുഴുവൻ കാര്യങ്ങൾ അള്ളാഹു ഏറ്റെടുക്കണമെങ്കിൽ സുബഹി അവ്വൽ വഖത്തിൽ എഴുന്നേൽക്കണം, സുബഹി നിസ്കരിക്കണം. അപ്പൊ തഹജ്ജുദ് വേണം, സുബഹി അനിവാര്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരൊറ്റ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു പഠിക്കണേ, ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതായ ഘട്ടം. ആരാണ്? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന യമനിലേക്ക് പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞയച്ചതായ വ്യക്തിയല്ലയോ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന യമനിലേക്ക് പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞയച്ചതായ വ്യക്തിയല്ലയോ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ഞാൻ പോകില്ല നബിയേ, തങ്ങൾ ജീവിച്ചിരിക്കുന്നതാകുന്ന നാട്ടിൽ നിന്ന് ഞാൻ മറ്റൊരു നാട്ടിലേക്ക് പോകില്ല. തങ്ങളോടൊപ്പമുള്ള ജുമുഅ ജമാഅത്തുകൾ എനിക്ക് നഷ്ടപ്പെടുമല്ലോ ഹബീബേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മുആദേ ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദാ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ഈ ദുനിയാവും അതിലുള്ള സകല വസ്തുക്കളും നിന്റെ കൈവെള്ളയിലേക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും അഭികാമ്യമാണ് നീ ഒരാളെങ്കിലും പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നുവരൽ. അതുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട യമനിലേക്ക് പോയി ജനങ്ങളെ ക്ഷണിക്കണേ, ഇസ്ലാമിലേക്ക് കൊണ്ടുവരണേ എന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിനോട് പറയുമ്പോൾ മുആദ് റളിയല്ലാഹുവിന് പറയുകയാണ്, ആ വാക്യത്തിന്റെ ബലത്തിലാണ് ഞാൻ പോകുന്നത്. ഞാൻ മുഖേന ഒരാളെങ്കിലും ഹിദായത്തിലേക്ക് വന്നാൽ, ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ, ലോകം മുഴുവനും എന്റെ കൈവെള്ളയിൽ കിട്ടുന്നതിനേക്കാൾ ഏറ്റവും വലുത് അതാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോഴാണ് എനിക്ക് പോകാനുള്ള മനസ്ഥിതി വന്നത്. ഞാൻ പരിശുദ്ധമായ യമനിലേക്ക് പോവുകയാണ്. നാട്ടിൽ ചെന്നുകൊണ്ട് വർഷങ്ങളോളം പ്രബോധനം നടത്തുകയാണ്. ആ നാട്ടിലുള്ള ജനങ്ങൾ മുഴുവനും വിശ്വാസികളായി. അവർ നിസ്കാരം കൊണ്ട് കൽപ്പിച്ചു, അവർക്ക് സക്കാത്ത് കൊടുക്കാൻ അവരോട് ആജ്ഞാപിക്കുകയാണ്. നാട്ടിലുള്ള പണക്കാരിൽ നിന്ന് സക്കാത്ത് പിരിച്ചെടുത്ത് പട്ടിണി പാവങ്ങളുടെ കൈകളിലേക്ക് നൽകുകയാണ്. അവസാനം റസൂലുള്ളാഹി വഫാത്താവുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലഘട്ടമായപ്പോ യമനിലെ ഗവർണറായി മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മാറ്റുകയാണ്. അധികാരത്തിന്റെ പരമോന്നത പദവിയിലിരിക്കുന്ന മുആദ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ യമനിലേക്ക് ചെല്ലുകയാണ്. അവിടെയുള്ള പണക്കാരിൽ നിന്ന് സമ്പത്ത് മുഴുവനെ പിടിച്ചെടുക്കുകയാണ്. പരിശുദ്ധമായ മദീനയിലേക്ക് കടന്നു വരുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എന്താണ് മുആദേ നീ കാണിക്കുന്നത്? അവിടെയുള്ളതാകുന്ന പട്ടിണി പാവങ്ങളുടെ
വിശപ്പടക്കണ്ടേ? എന്തിനാണ് സമ്പത്ത് മുഴുവനും നീ മദീനയിലേക്ക് കൊണ്ടുവന്നത്? മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ, ഈ നാട്ടിലുണ്ടല്ലോ, യമൻ ദേശത്തുണ്ടല്ലോ, ഒരൊറ്റ പാവപ്പെട്ടവനുമില്ല. കൃത്യമായി നമസ്കാരം നിലനിർത്തി, കൃത്യമായി ഇബാദത്തുകൾ കണിശത വെച്ച്, സകാത്തുകൾ കൃത്യമായി വർഷാവർഷം അത് സിസ്റ്റമാറ്റിക്കായി കൊടുത്തു വീട്ടിയപ്പോൾ, റസൂലുള്ളാഹിന്റെ കാലഘട്ടം മുതൽ ഞാൻ കൃത്യമായത് കൊടുത്തപ്പോ നാട്ടിലുള്ള പട്ടിണി പരിപൂർണമായി തുടച്ചു നീക്കപ്പെട്ടു. ഇപ്പൊ എല്ലാവരും ധനികരാണ്. അവരുടെ മുഴുവനും സ്വത്തും എന്റെ കൈവെള്ളയിൽ തന്നു. അവിടെ ഒരു പാവപ്പെട്ടവനില്ല, അർഹതപ്പെട്ടവന് എന്ന് മുആദ് റളിയല്ലാഹു അൻഹു കുറഞ്ഞ കാലഘട്ടം കൊണ്ട് ജനങ്ങളെ മുഴുവനും ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് മാത്രമല്ല, ആ നാട്ടിലുള്ളവരെ മുഴുവനും സൽസ്വഭാവികളാക്കി മാറ്റി, നിസ്കാരമുള്ളവരാക്കി മാറ്റി, സകാത്ത് കൊടുക്കുന്നവരാക്കി മാറ്റി, മുഴുവൻ ആളുകളെയും അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന ഇസ്ലാമിന്റെ കാവൽ പടന്മാരാക്കി ജീവിച്ചു. സമ്പത്തിൽ സൂക്ഷ്മത വെച്ചതാകുന്ന മുആദ് റളിയല്ലാഹു അൻഹു വലിയ ധനികനായിരുന്നു. പക്ഷേ കയ്യിലുള്ളത് മുഴുവൻ രാത്രി കടന്നു വരുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണ്. കാരണം എനിക്കൊരു സാലിഹായി തീരണം, എനിക്ക് മരിക്കുമ്പോൾ സാലിഹീങ്ങളൊപ്പം ചേരണം, അമ്പിയാക്കളോടൊപ്പം ചേരണം, എനിക്ക് മുമ്പേ നടന്നു പോയിട്ടുള്ളതാകുന്ന മഹത്തുക്കളാകുന്ന സ്വഹാബത്തെ കിറാമിനോടൊപ്പം ചേരണം. വല്ലാത്ത ആഗ്രഹമാണ്. മുആദ് റളിയല്ലാഹു അൻഹു അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ അടുത്തുണ്ട്. ഭാര്യയോട് പറയുന്നു, പ്രിയപ്പെട്ടവളെ, വലൽപ്പം മാറി നിൽക്കണേ, എനിക്കൊരു വിരുന്നുകാരൻ കടന്നു വരുന്നുണ്ട്. നല്ലതുപോലെ വസ്ത്രം ധരിച്ച് നല്ല രീതിയിൽ കുളിച്ചിട്ട് മനോഹരമാകുന്നതാകുന്ന കട്ടിലിൽ മേൽ കടക്കുകയാണ്. ആരെയോ പ്രതീക്ഷിച്ചുകൊണ്ട് ദിക്റിലായി കടക്കുകയാണ്. രണ്ട് കൈകളും ആകാശത്തിന് അധിപനായ പടച്ച റബ്ബിലേക്ക് കരമുയർത്തിക്കൊണ്ട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട അനുയായി, ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട മക്കയിലും മദീനയിലും ഇസ്ലാമിക പ്രസരണത്തിന് വേണ്ടി നിലകൊണ്ട് അവസാനം ഒരു ജനതയെ മുഴുവനും ഇസ്ലാമികമാകുന്ന ആദർശത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന യമൻ ദേശക്കാരെ മുഴുവനും ഈമാൻ നിറച്ചു കൊടുത്തതാകുന്ന മുആദ് റളിയല്ലാഹു അൻഹു